Filippine, Vietnam, Canada, Stati Uniti. Su tutti voi e sulle vostre famiglie invoco la gioia e la pace del Signore nostro Gesù Cristo. Dio vi benedica. I greet all the English-speaking pilgrims and visitors taking part in today's audience, especially the groups from England, Ireland, the Netherlands, Norway, Cameroon, South Africa, India, Indonesia, Malaysia. Guerre brutte. Il Signore ci dia a tutti un cuore che cerca la pace e sconfiggere la guerra che sempre quella guerra è una sconfitta. A tutti la mia benedizione. വീഡിയോയിലെ കിടക്കണം. മാർപ്പാപ്പ കണ്ടിങ്ങനെ മാർപ്പാപ്പയുടെ അല്ല ഇവിടെ കണ്ടില്ലോ. Era vestito così? Sì. La verde.
Mica ce l'ha fatto, che c'è? Forse ragazzi, digli che se non viene lo lasciamo qui. Sia poi sindaco a sinistra, diciamo nel pezzo più largo, così poi vi fanno uscire perché sennò qua vi fermate qua dove sta. Poi tirate a അങ്ങനെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അസീസിയിലെ പോർസെങ്കോള മാതാവിൻ്റെ ദേവാലയമാണ്. ഫ്രാൻസിസ് അസീസിയുടെ നാടാണ് ഇവിടെ. തൊട്ടടുത്താണ് പോർസെങ്കോള. ദണ്ഡോപഭോജനമൊക്കെ ലഭിക്കുന്ന പള്ളിയാണ് ആ മുകളിൽ നിൽക്കുന്നത്. ആ സ്വർണം ആലേഖനം ചെയ്തിട്ടുള്ളത് മാതാവിൻ്റെ രൂപമാണ്. തൊട്ടപ്പുറത്താണ് അസീസിയുടെ ദേവാലയം. നമുക്ക് കുർബാന അവിടെയാണ്. ഇതിന് ചുറ്റും ഈ കാണുന്നതൊക്കെ ഒലിവുമരങ്ങളാണ്. ചുറ്റും ഒലിവുമരങ്ങളാണ്. നിറയെ വൃക്ഷലതാദികളും ഉണ്ട്. പൂക്കൾ കുറവാണെങ്കിലും ഒരുപാട് ഉണ്ട്. ആ മാതാവ് ദേവാലയത്തിലാണ്, അടുത്ത ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയത്തിലാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന. ഇത് പോർസെങ്കോള മാതാവിൻ്റെ ദേവാലയം. യുദ്ധത്തിന് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴിയിലുള്ള നഗരങ്ങളാണ്. ഇത് അസീസി, അപ്പുറത്ത് പെറൂജ്യ. അസീസി പെറൂജ്യ തമ്മിലുള്ള യുദ്ധത്തിലാണ് പുള്ളി പങ്കെടുക്കുന്നതും മുറിവേൽക്കപ്പെട്ട് കിടക്കുന്നതും. അപ്പോഴാണ് പുള്ളിയുടെ സ്വപ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പള്ളി നവീകരിക്കണം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. പള്ളി നവീകരിക്കാൻ ചെന്ന് നോക്കുമ്പോൾ സഭയെ നവീകരിക്കാനാണെന്നുള്ളത് പിന്നീടാണ് പുള്ളിക്ക് മനസ്സിലാവുക. പുള്ളി ആദ്യം ഫ്രാൻസിസ് അസീസി പണിയുന്ന ഒറ്റക്കല്ലുകളൊക്കെ ചുവന്നുകൊണ്ട് പണിയുന്ന പള്ളിയാണ് ഈ പോർസെങ്കുള. പോർസെങ്കുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പോർഷൻ, ഒരു ചെറിയ ഭാഗം
എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൊച്ചു പള്ളി പുള്ളി തന്നെ കല്ലും മണ്ണൊക്കെ ചോന്ന് ഉണ്ടാക്കി പണിത ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ചുറ്റുമാണ് ഈ പറഞ്ഞ പുള്ളിക്ക് മാലാഖമാരുടെയും ഇതിൻ്റെയൊക്കെ വിഷണൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഈ ദണ്ഡവിമോചനം കൊടുക്കാൻ പറയുന്നതൊക്കെ. അങ്ങനെ ആ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ വന്ന് കൂടിയിരുന്നത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോർസിയൻകുള പള്ളി, ഫ്രാൻസിസ് അസീസി പുണ്യാളൻ ഉണ്ടാക്കിയ പള്ളി ബെനഡിക്റ്റൈൻസ് പുള്ളിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ പള്ളി ഇതിൻ്റെ ഉള്ളിലാണ്. ആ പള്ളിയിലാണ് പിന്നീട് നമ്മുടെ ഈ ക്ലാര പുണ്യവതി വരുമ്പോൾ സ്വീകരിക്കുന്ന അതിൻ്റെ ഉള്ളിലാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ്കൻസിൻ്റെ ആരംഭം ഈ കൊച്ചു പള്ളിയിലാണ്. ഫ്രാൻസിസ്കൻ സ്പിരിറ്റ് തുടങ്ങുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഫ്രാൻസിസ്കൻസ് ഇവിടെ ചെറിയ ടെൻറ്റുകൾ അടിച്ചു കൂടി ഇവിടെ താമസിച്ചിരുന്നു. അവർ ഫോർമേഷനൊക്കെ തുടങ്ങിയിരുന്നത് ഇവിടെയാണ്. ഫ്രാൻസിസ് അസീസി താമസിച്ചിരുന്നത് ഇവിടെയാണ്. അവസാനം ഈ പറഞ്ഞ ഒക്ടോബർ 3-ാം തീയതി വൈകിട്ട് മരിക്കുന്നത് അതിനിവർ പറയുക ട്രാൻസിറ്റാണ്. ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്കുള്ള ട്രാൻസിറ്റ് നടക്കുന്നത് ഈ പോർഷ്യൻകുള പള്ളിയിൽ തൊട്ട് പിന്നിലുള്ള സെല്ലിലാണ്. ആ സെല്ല് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ അരപ്പട്ടയുടെ ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി പടങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. അത് കഴിഞ്ഞ് പുറകിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സാക്രിസ്റ്റി സൈഡിലൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാർഡനുണ്ട്. ഈ ഗാർഡനിലാണ് പുള്ളിയുടെ ഇരുണ്ട രാത്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. പുള്ളിക്ക് ടെംപ്റ്റേഷൻ തോന്നി, പുള്ളി പോയിട്ട് ഈ റോസാപ്പൂവിൻ്റെ മീതെ ഉരുണ്ടു. അങ്ങനെ ഉരുണ്ടൊപ്പം ഉണ്ടായി റോസാ ചെടികൾ മുഴുവൻ മുള്ളുകൾ ഉള്ളിലേക്ക് വലിച്ചു എന്ന് പറയുന്ന ഇവിടെ ഉണ്ടാകുന്ന റോസാ ചെടികൾ ഇപ്പോഴും മുള്ളില്ലാത്ത റോസാ ചെടികളാണ്. അതിനുശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള റോസാ ചെടികളൊക്കെ ആ തോട്ടത്തിൽ മാത്രം ചെടികൾ മുള്ളില്ലാത്ത റോസാ ചെടികളാണ്. അപ്പോൾ ആ റോസാ ചെടി ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ അവിടെ നമ്മുടെ ഫ്രാൻസിസ് അസീസി ചെന്നായരൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റാച്യു ഉണ്ട്. ചെന്നായ ഗൂബിയോ നമ്മൾ പോകുന്ന വഴിയിൽ അപ്പുറത്തുള്ള ഗ്രാമമാണ്. അവിടെയാണ് ഈ ചെന്നായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി അസീസി പുണ്യാളം പോകുന്നു. ചെന്നായോട് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഭക്ഷണം കിട്ടിയാൽ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ നിങ്ങൾ ഓരോ ദിവസം ഓരോരുത്തർ ഭക്ഷണം കൊണ്ടുകൊടുക്കുക, പിന്നെ ചെന്നായ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, പ്രശ്നം സോൾവ്ഡ്. ഇവർ ഓരോ ദിവസം ഭക്ഷണം കൊടുക്കുന്നു, ചെന്നായി ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ചെന്നായുമായിട്ടുള്ള സന്ധി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിലുള്ള മുറി പുള്ളി പെനിറ്റൻസൊക്കെ നടത്തി ജീവിച്ചിരുന്ന മുറിയാണ്. ആ മുറിയിൽ വെച്ചിട്ടാണ് അന്തോണീസ് പുണ്യാളനെ മീറ്റ് ചെയ്യുന്നത്. അന്തോണീസ് പുണ്യാളൻ നമുക്കറിയാലോ ഇവിടെ പോർച്ചുഗലിലാണ്. പുള്ളി അവിടെ നിന്ന് ഫ്രാൻസിസ്കൻസിൻ്റെ ഒപ്പം മറോക്കയിലേക്ക് പോകും. അവിടെ നിന്ന് പനി പിടിച്ചിട്ട് തിരിച്ച് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോരണ വഴിക്ക് കപ്പലപ്പാടത്തിൽപ്പെട്ട് സിസിലിയിലാവും. അപ്പോൾ പുള്ളി കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആയിട്ട് ഇനി എന്നെ കൊണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന നേരത്താണ് അസീസിയിലുള്ള ഈ കോമൺ മീറ്റിംഗ് ബ്രദേഴ്സിൻ്റെ മീറ്റിംഗ് ഇവിടെ. ആ മീറ്റിങ്ങിന് വന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിസ് അസീസിനെ കാണുന്നതും അവിടെ വെച്ചാണ് മറ്റേ ഗ്രച്ചിയാനോ പുള്ളീനെ ഫോർലിയിലുള്ള പുള്ളിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് പിന്നെ ഈ പട്ടത്തിന് വന്നിട്ട് പ്രസംഗിക്കാൻ വേണ്ടി വരുന്നതും അങ്ങനെ ഉയർത്തെഴുന്നേക്കുന്ന രീതികൾ വരുന്നത്. അതിൻ്റെ ഇടയിൽ അന്തോണീസ് പുണ്യാളനും ഫ്രാൻസിസ് അസീസിയും കണ്ടുമുട്ടിയ മുറി അവിടെയുണ്ട്. അതിൻ്റെ അപ്പുറത്തോടെ വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പുൽക്കൂടാണ്. പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാച്ചോയിൽ ആദ്യത്തെ പുൽക്കൂട് പണിതത് ഫ്രാൻസിസ് അസീസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ജൂബിലി വർഷം ആഘോഷിച്ചത്. ഞാൻ മങ്ങാട് ആഘോഷമായിട്ടൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി ഇറ്റാലിയൻ പേര് കൊടുത്തത് ഈ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ജൂബിലി ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇത് പുൽക്കൂട ആദ്യമായിട്ട് ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഉണ്ടാക്കുന്നത് ഫ്രാൻസിസ് അസീസിയാണ്, ഗ്രാച്ചോലാണ്. അതിൻ്റെ മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചത്. അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഈ ക്ലാര പുണ്യവതിയുടെ കുറച്ച് ഫോട്ടോസ്, ചെറുപ്പം അവിടെ നിന്ന് മടത്തി ചേരുന്നു, മുടി വെട്ടുന്നു, ഫ്രാൻസിസിനൊപ്പം ജീവിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പടങ്ങളുണ്ട്. അതും കണ്ട് നമ്മൾ ആ വഴിയിലൂടെ പുറത്തേക്ക് കൊണ്ട് പോരും. പള്ളിയുടെ അകത്ത് സൈലൻസാണ്. നമ്മൾ നോർമലി പാടില്ല അകത്ത്. പുറത്ത് നമ്മുടെ തോട്ടത്തിലൊക്കെ ഫോട്ടോ എടുക്കാം. നമ്മൾ നേരെ പള്ളിയുടെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ സെൻറ്ററിലൊരു ചെറിയൊരു കപ്പേള അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിൻ്റെ മുകളിൽ പടങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത് ഈ അസീസിയിലെ ദണ്ഡവിമോചനത്തിൻ്റെ പടങ്ങളാണ്. ഈ പറഞ്ഞ കൊച്ചു പള്ളിയുടെ മുമ്പിൽ വരച്ച് വെച്ചിരിക്കുന്നത്. പള്ളിയുടെ ഉള്ളിലേക്ക് കയറി 1 മിനിറ്റ് പ്രാർത്ഥിച്ച് അപ്പുറത്തോടെ പുറത്തിറങ്ങിയാൽ നേരെ പിന്നിൽ നമ്മുടെ ഈ പറഞ്ഞ മുറി, പുള്ളി മരിച്ച മുറി, അതും കണ്ട് തിരിച്ചു പോരുക. നമ്മൾ സാക്രിസ്റ്റിയിലൂടെ ഈ തോട്ടത്തിൻ്റെ അവിടേക്ക് പോകും. തോട്ടത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഞാൻ പറയാം. അതുവരെ നമ്മൾ സൈലൻ്റായിട്ട് പോയി കാണുന്നു, 1 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, അതിലൂടെ കടക്കുന്നു. ഓക്കെ. ഇല്ല മുള്ളില്ലാത്ത റോസാ ചെടികളുള്ള ചിത്രമാണ്. ഇവിടെയാണ് ഫ്രാൻസിസ് അസീസി ഈ മുള്ളിൽ പനിനീരിലാണ് അദ്ദേഹത്തിന് ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ കിടന്ന് ഉരുണ്ടിരുന്നത്. ഫ്രാൻസിസ് അസീസി
അടുത്ത ഗ്രാമത്തിലെ ചെന്മായയെ മെരുക്കിയെടുത്തു. ആ മെരുക്കിയെടുത്ത ചെന്മായയായിട്ടാണ് ഫ്രാൻസിസ് അസീസി നിൽക്കുന്നത്. അതെ, ഫ്രാൻസിസ് അസീസി നിർമ്മിച്ച പുൽക്കൂടിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ പുൽക്കൂടും ഇത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസിസ് അസീസി താമസിച്ചിരുന്ന മുറിയാണ്, ഇവിടെയാണ് താമസിച്ചിരുന്നത്. കുരിശിനോട് അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ കാണുന്നത്. മറ്റേ സാധനം വർക്കായിരുന്നു. ക്ലാരപ്പള്ളി അതേ ഒരു പ്രഭു കുടുംബമായിരുന്നു എന്നറിയാലോ. റിച്ച് ഫാമിലി ആയിരുന്നു, പ്രഭു കുടുംബമായിരുന്നു. അവർ ദാനധർമ്മമൊക്കെ ചെയ്തിരുന്നവരായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ പിന്നിൽ അസീസിയിലെ ബ്രദേഴ്സിൻ്റെ ലൈഫ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കണം. അത് കഴിഞ്ഞ് കുർബാന കളപ്പാടും പരിപാടി കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ അസീസി കുഞ്ഞാമ്പൊപ്പം പോകണം, ഈ ദാരിദ്ര്യ ജീവിതം നയിക്കണം എന്നുള്ള ചിന്തയുണ്ടാക്കുന്നത്. അവർ സഹോദരിമാരെ പിന്നാലെ ആദ്യം വീട്ടിൽ പുറത്തുനിന്ന് രാത്രിയിൽ വന്ന് കുറച്ചും കൂടെ വളർന്നു സ്വീകരിച്ച് കഴിയുമ്പോൾ ഡ്രസ് മാറും എന്ന് പറയുന്നത് ഈ പറഞ്ഞ നടുക്കൊരു കൊച്ചുപള്ളി കണ്ടില്ലേ? ആ കൊച്ചുപള്ളിയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ പോർസിക്കൂട. അവിടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒരുമിച്ച് ഇപ്പോൾ ക്ലാരിയും ആഗ്നസും അവരൊരുമിച്ച് താമസിക്കുന്നതിൻ്റെ ഒരു രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അസീസി പുണ്യാളം മരിക്കാൻ കിടക്കുന്ന രംഗം അവിടെ ക്ലാരപ്പുള്ളി അതിവരെയും ശുശ്രൂഷിക്കുന്നു. അവർക്ക് വേറെ ഡീവിയേഷൻസ് ഒന്നുമില്ല. എനിക്ക് ദൈവത്തെ ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ട് ദൈവത്തെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു, വേറെ ഒന്നും എന്നെ അലട്ടുന്നില്ല. ഇപ്പോൾ അവർ കഥ പറയുന്നതാണ്, രാത്രി പാതിരാത്രി നല്ല മഞ്ഞുള്ളൊരു രാത്രി ഏലിയ ബ്രദറും ഈ പുള്ളിയും നമ്മുടെ ഫ്രാൻസിസ് അസീസിയും ഒക്കെ കൂടിയിട്ട് ഇവരുടെ കോൺവെൻറ്റിലേക്ക് തിരിച്ചു വരുന്നു. വരുമ്പോൾ കെട്ടുപൂട്ടൊക്കെ ആയിട്ടല്ലേ വരണേ. വന്നപ്പോൾ വാതിൽ തുറന്നിട്ട് പറഞ്ഞു ഇവിടെ സ്ഥലമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാതിൽ അടച്ചു പോകണം ബ്രദർ. അപ്പോൾ അവൻ ആ മഞ്ഞിൽ കിടന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അവർ ഇവന് വട്ടായി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. പെർഫെക്റ്റ് ലെത്തീറ്റ്സിയ എന്ന് പുള്ളി പറയുന്നത്, പെർഫെക്റ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതാണ് പുള്ളി പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദറാണ് ഇത്രയും തണുപ്പത്ത് വിശന്ന് പട്ടിയായിട്ട് വന്ന് കയറുമ്പോൾ വാതിലടച്ചപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നൊരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തയിലേക്ക് എത്താൻ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നത്. അപ്പൻ്റെ മുമ്പിൽ സ്വന്തം ഉടുവസ്ത്രം പോലും ഉരിഞ്ഞു കൊടുത്തിന് എനിക്ക് സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ അപ്പനായിട്ടുള്ളൂ, എനിക്ക് ധൈര്യപൂർവ്വം അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നൊരു ഫ്രാൻസിസ്. അതുപോലെ തന്നെ കുരിശുദ്ധ കാലഘട്ടത്തിൽ, 5ാം കുരിശുദ്ധം നടക്കുന്ന കാലഘട്ടത്തിലാണ് പുള്ളി ഹോളി ലാൻഡിൽ പോയിട്ട് ഈജിപ്തിലെ സുൽത്താനെ കാണാൻ പോകുന്നത്. അപ്പോൾ സുൽത്താൻ വട്ടനായിട്ടുള്ള സന്യാസിലെ കയറ്റി വിട് എന്ന് പറഞ്ഞിട്ട് കയറ്റി വിടുന്നതാണ്. അവിടെ നിന്ന് പുള്ളി സുൽത്താനെ മാനസാന്തരപ്പെടുത്തി എന്നാണ് കഥ. അവിടെ നിന്നാണ് ഹോളി ലാൻഡിലെ ഫ്രാൻസിസ്കൻസിൻ്റെ പ്രസൻസ് തുടങ്ങുന്നത്. സിറിയൻ പ്രൊവിൻസ് തുടങ്ങുന്നത് ഈ ഏലിയ ബ്രദറാണ് പിന്നെ അവിടുത്തെ ഹെഡായിട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ കാലത്തിനതീതമായിട്ട് ചിന്തിച്ച് കുരിശുദ്ധ കാലഘട്ടത്തിൽ നമ്മളെ സ്ഥലങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് മാർപ്പാപ്പന്മാരെ ആഹ്വാനം ചെയ്ത് ഹോളി ലാൻഡിലേക്ക് പോയിരുന്ന കാലഘട്ടത്തിൽ അതല്ല, സമാധാനമാണ് ക്രിസ്തുവിൻ്റെ വഴിയെന്ന് പ്രഖ്യാപിച്ചവനാണ്. എന്ന് പറഞ്ഞാൽ കാലത്തിനതീതമായിട്ടൊരു 500 കൊല്ലം മുമ്പേ ചിന്തിച്ചവനാണ് ഫ്രാൻസിസ് അസീസി. അതാണ് അവൻ്റെ ഒരു ഗ്രേറ്റ്നെസ്. അതുകൊണ്ടാണ് ആ ഒരു ഫ്രാൻസിസ്കൻ ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ നിന്ന് പിന്നെ കുറേ പേര് വന്നപ്പോൾ അവർക്ക് വേണ്ടി തുടങ്ങിയതാണ് ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ്, അച്ഛന്മാരുടെ ഒരു ഇത്. അവൻ അച്ഛനായില്ല. അവൻ പറഞ്ഞത് ക്രിസ്തുവിനെ എടുക്കാൻ, ക്രിസ്തുവിനെ ഇതാക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അച്ഛനാവാതിരുന്നത്. അച്ഛനാവാൻ പറ്റാണ്ടല്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നവനാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അവസാന കാലത്തുള്ള സൂര്യകീർത്തനത്തിനൊക്കെ ഇത്ര വലിയ ഇത് വരുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രത്തെല്ലി തൂത്തി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലൗദാത്തോസി എന്നൊക്കെ പറയുന്നതൊക്കെ ഈ സൂര്യകീർത്തനത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സസ്യലതാദികളെയും ഒക്കെ സഹോദരന്മാരായിട്ട് കാണുന്ന മൊത്തം യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സകല ജനതകളെയും അല്ല,
സർവ സൃഷ്ടി പ്രപഞ്ചത്തെയും ഒരു പിതാവിന്റെ കീഴിൽ ഒന്നിപ്പിക്കുന്ന ഒരു കുടുംബമായിട്ട് ചിത്രീകരിക്കുന്ന ദൈവത്തിന്റെ ചിന്തയിലേക്ക് പിന്നീട് വളർന്നത് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ ആ ഒരു ചിന്തയുടെ ഡെപ്തിലേക്ക് പോയത് ഫ്രാൻസിസ് അസീസി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ രണ്ടാം ക്രിസ്തു ആകുന്നത്. ഓക്കെ, ബാക്കി പിന്നെ പറയും. Con libertà e noi diventiamo più buoni o seguiamo Cristo come Gesù ha insegnato nel brano del Vangelo. Tante volte noi non riconosciamo questo aspetto della libertà nelle nostre vocazioni. A volte seguiamo Cristo perché la Chiesa insegna questo, o insegna dovete andare per la messa, dovete ricevere sacramenti. E tutto questo c'è, ma conseguendo questo è un aiuto a seguire Cristo nella nostra vita con libertà. In questa Chiesa soprattutto ricordiamo come San Francesco e Beato Carlo Acutis avevano anche libertà di fare le altre cose, altre scelte nella loro vita, ma hanno liberamente di seguire Cristo. San Francesco è lasciato tutto e seguito Cristo, disponibile per giornare ലെഫ്റ്റ് സൈഡിൽ കിടക്കുമ്പോൾ അടിപ്പള്ളിയിലേക്കുള്ള വഴി കാണും. നേരെ താഴോട്ട് ഇറങ്ങുക. അവിടെ ഏറ്റവും അറ്റത്തൊരു തൂണ് പോലെ നിൽക്കുന്നുണ്ടാവും. ആ തൂണിൻ്റെ മുകളിലാണ് സ്ലാബ് ഇരിക്കുന്നത്, കബറിടം ഇരിക്കുന്നത്. അപ്പോൾ തൂണിൻ്റെ ചുറ്റും നടക്കാം. അവിടെ ക്ലാരയിൽ അവിടെ നടന്ന പോലെ ഒരു കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കുക, റൗണ്ട് ചെയ്ത് തിരിച്ച് കയറുക, അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ട് വരിക. അപ്പോൾ കേട്ടവർ e saccia le intenzioni di tutti. Preghiamo.